പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. ആരാധന കുമന്തങ്ങ ഒന്നാമത് കുമന്തങ്ങ പേഗനാൽ അങ്ങനെ അത്യന്ത വലിയൊരു ഇബാദത്തിന്റെ ഭാഗം അങ്ങനെ മഹാനായോ അങ്ങനെ മഹബൂദായോ ഒരുത്തരോ ബർത്ത്ഡേ ആചരണ അതിൽ പിന്നെ ഏറ്റെടുത്തത് യഹൂദിമാർ ഏറ്റെടുത്തത് യഹൂദിമാരിൽ നിന്ന് ഏറ്റെടുത്ത ഷിയാമാർ ഏറ്റെടുത്തത് ഇങ്ങനത്തിൽ 5-6 ആൾ ബർത്ത്ഡേ ആചരണ ആക്കിയിരുന്ന അലി റളിയല്ലാഹു ബർത്ത്ഡേ ആചരണ ആക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു ഹസൻ ഹുസൈൻ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയിരുന്നത് പിന്നെ അങ്ങനെ അവസാനത്തെ ഖലീഫ ബർത്ത്ഡേ ആചരണ ആക്കിയിരുന്നത് അതിൽ ഒന്ന് മാത്രം ഇങ്ങ ഏറ്റെടുത്താറ് സൂഫിയാക്കന്മാരായിട്ടുള്ളതാക അങ്ങ് ഏറ്റെടുത്താറ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ 600 വർഷത്തിൽ പിന്നെ അതിന് പൂർണ്ണമായിട്ടും ഇങ്ങ ഏറ്റെടുത്തത് അണ്ടത്തെ പിടിച്ചിട്ട് തോളു ഇങ്ങ അതിനെന്താക്കിയിട്ടുള്ളത് ദീന് ചൊന്തു നമ്പിത്തുക്കും വന്നിട്ടുള്ളത് അതാ അങ്ങനെ നടുവിലെ ഇപ്പം ഇഖ്തിലാഫ് ഉണ്ട് നോക്കൂ ഇഖ്തിലാഫ് എന്തിനെ ചൊന്നിട്ടെങ്കിൽ അത് ഒരു ദീന്റെ ഭാഗത്ത് കൊണ്ടാടുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധ്യമില്ല. പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്ത ഒരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അതിങ്ങനെ ഒരു സാധാരണ ഇങ്ങനെ കാലി പോലും എങ്ങനെ ചൊന്നിട്ട് ഒരു സ്വാതന്ത്ര്യാചരണ ഓക്കെ ബാക്കിന്നത് അത് ദീനൈ തിക്കറ് അത് മശ്റൂആയ തിക്കറ് ശരീഅത്തുള്ളതായി തിക്കറ് ചൊന്നിട്ടെങ്കിൽ അതേ തിക്കറ് ബിദ്അത്ത് ചൊന്നു ആർ ചൊല്ലറേ അങ്ങനെ വിഭാഗം